ഇത്തവണ 10ാം ക്ലാസ്സിലെയും +2വിലെയും ബോർഡ് പരീക്ഷകളുടെ സമയത്ത് നടന്ന മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികൾക്ക് വിലപ്പെട്ട ഒരു ഉപദേശം നൽകി. ഫലം എന്ത് എന്നതിനേക്കാൾ പരിശ്രമത്തിൽ ഊന്നുക. വെറുമൊരു മാർക്ക് ഷീറ്റ് കൊണ്ട് നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കാനാകില്ല. നിഷ്ഫലമായ മാർക്ക് ലിസ്റ്റും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന 1 കോടിയോളം വിദ്യാർത്ഥികൾ മോദിയുടെ ഉപദേശത്തിൻ്റെ സാരാംശം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കും. നീറ്റ് UG എഴുതിയ 22 ലക്ഷം വിദ്യാർത്ഥികൾ, CUET UG എഴുതിയ 16 ലക്ഷം പേർ, CBSE +2 പരീക്ഷ എഴുതിയ 17 ലക്ഷം, SSC GD കോൺസ്റ്റബിൾ പരീക്ഷ എഴുതിയ 40 ലക്ഷം പേർ. തങ്ങൾ എഴുതിയ പരീക്ഷകളിലെ മാർക്ക് വെറുമൊരു സങ്കല്പമാണെന്നും പരീക്ഷ എഴുതാൻ നടത്തിയ വർഷങ്ങളുടെ പരിശ്രമം മാത്രമാണ് തങ്ങളിൽ അവശേഷിക്കുന്നതെന്നും ഈ പരീക്ഷകൾ എഴുതിയവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. എങ്കിലും മോദിയുടെ വേദാന്തം അനുസരിച്ച് തന്നെയാണ് നടപടികൾ നടക്കുന്നത്. പരീക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിക്കുന്ന സംവിധാനത്തെ അതേപടി സംരക്ഷിച്ചു നിർത്തി CBSE ചെയർമാനെയും സെക്രട്ടറിയെയും സ്ഥലം മാറ്റി. അന്വേഷണത്തിന് ഒരു ഏകാംഗ കമ്മീഷനെയും നിയോഗിച്ചു. ക്രമക്കേടുകളുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും സുരക്ഷിതനായി തുടരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ പരീക്ഷാ തട്ടിപ്പിന് ശേഷവും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശേഷവും ധർമ്മേന്ദ്ര പ്രധാന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി തുടരാനാകുന്ന ഒരു സംവിധാനത്തിന് അഭിമുഖം നിൽക്കുകയാണ് ഇന്ന് ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹം. ഓൺലൈനിൽ ഇരുന്നുള്ള ഒളിപ്പോരല്ല അവരുടേത്. പൊതുപ്രവേശന പരീക്ഷ എന്ന സംവിധാനത്തെ തിരുത്താനുള്ള എത്തിക്കൽ ഹാക്കിംഗ് ആണ്. പാകിസ്ഥാനി എന്നും ഭീകരർ എന്നുമുള്ള സംഘപരിവാർ ആക്രമണങ്ങൾ നേരിട്ടും അവർ നടത്തുന്നത് ഈ എത്തിക്കൽ ഹാക്കിംഗ് ആണ്. ഇത്തവണ CBSE +2 പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥി മാത്രമല്ല 17കാരനായ വേദാന്ത് ശ്രീവാസ്തവ. തൻ്റെ ഫിസിക്സ് ഉത്തരക്കടലാസിലെ ഗുരുതര ക്രമക്കേടുകൾ പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഈ വിദ്യാർത്ഥിയാണ്. ഉത്തരക്കടലാസുകൾ ഡിജിറ്റൽ രൂപത്തിലാക്കി മൂല്യനിർണ്ണയം നടത്തുന്ന CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ വമ്പൻ ക്രമക്കേടാണ് വേദാന്ത് ശ്രീവാസ്തവ എന്ന വിദ്യാർത്ഥി തുറന്നുകാട്ടിയത്. ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം വന്ന ശേഷം അർഹമായ മാർക്ക് കിട്ടുന്നില്ല എന്ന വിദ്യാർത്ഥികളുടെ വ്യാപക പരാതി ശരിവെക്കുന്നതായിരുന്നു ഈ കണ്ടെത്തൽ. മറ്റൊരാൾ സൈബർ സുരക്ഷാ ഗവേഷകനായ 19കാരൻ നിസർഗ അധികാരി. CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് പോർട്ടലിൽ ഹാർഡ് കോഡ് ചെയ്ത മാസ്റ്റർ പാസ്വേഡ് ഉണ്ടെന്നും ഇതുപയോഗിച്ച് എക്സാമിനർ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് വിദ്യാർത്ഥികളുടെ മാർക്കിൽ കൃത്രിമം കാണിക്കാനാകുമെന്നും നിസർഗ അധികാരി കാണിച്ചു തന്നു. 12ാം ക്ലാസ് വിദ്യാർത്ഥി സാർത്ഥക് സിദ്ധാന്ത് ആണ് COMT എന്ന കമ്പനിക്ക് ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിൻ്റെ കരാർ ഒപ്പിച്ചു കൊടുക്കാൻ നടത്തിയ വമ്പൻ അഴിമതി പുറത്തു കൊണ്ടുവന്നത്. +2 പരീക്ഷാ മൂല്യനിർണ്ണയത്തിൻ്റെ ടെൻഡർ നടപടികൾ തുടക്കം മുതൽ ദുരൂഹമായിരുന്നു. 2025 ഫെബ്രുവരിയിൽ CBSE ഔദ്യോഗിക പോർട്ടലിൽ ആദ്യ ടെൻഡറിന് തുടക്കമിട്ടെങ്കിലും പിന്നീട് അൺലിസ്റ്റ് ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷം രണ്ടാമത് ടെൻഡർ വിളിച്ചപ്പോൾ COMTഉം TCSഉം അടക്കം 4 കമ്പനികൾ ടെൻഡർ നൽകി. സാങ്കേതിക പരിശോധനയിൽ ഇവ തള്ളി. 2025 ഓഗസ്റ്റിൽ 3ാമത് ടെൻഡർ വിളിച്ചപ്പോൾ മുൻ ടെൻഡറിൽ പരാജയപ്പെട്ട COMTന് ടെൻഡർ ലഭിക്കാൻ പുതിയ വിജ്ഞാപനത്തിൽ നിരവധി ഇളവുകൾ തിരുകിക്കയറ്റി. വിവിധ സംസ്ഥാനങ്ങളിൽ ശൃംഖലയായി പ്രവർത്തിക്കുന്ന സോൾവർ ഗ്യാങ്ങിന് 17 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി പന്താടാൻ പാകത്തിന് സാങ്കേതിക മാനദണ്ഡങ്ങളിലും സുരക്ഷയിലുമെല്ലാം ഇളവ് നൽകിയതിൻ്റെ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നവയാണ്. COMT കമ്പനിക്കായി മോശം പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനികളെ വിലക്കുന്ന ചട്ടം ആദ്യം നീക്കി. കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതോ ഏതെങ്കിലും സർക്കാർ സ്ഥാപനം വിലക്കിയതോ ആയ സ്ഥാപനങ്ങളെ ഒഴിവാക്കുമെന്ന മുൻ വ്യവസ്ഥ മാറ്റി നിലവിൽ കരിമ്പട്ടികയിലുള്ളവർ എന്ന വ്യവസ്ഥയിലേക്ക് മാറ്റി. മൂല്യനിർണ്ണയ കരാർ ഏറ്റെടുക്കുന്ന കമ്പനികൾക്ക് കഴിഞ്ഞ 3 വർഷങ്ങളിൽ 50 കോടി രൂപ വാർഷിക വിറ്റുവരവ് വേണമെന്നാണ് വ്യവസ്ഥ. കൂടുതൽ തുക വിറ്റുവരവുള്ള കമ്പനികളെ ഒഴിവാക്കി. കരാർ നൽകിയ COMT കമ്പനിയുടെ വിറ്റുവരവ് 50.86 കോടി രൂപ മാത്രമായിരുന്നു. സോഫ്റ്റ്വെയർ ഗുണനിലവാരമളക്കുന്ന CMMI മാനദണ്ഡം ലെവൽ 5ൽ നിന്ന് 3ലേക്ക് താഴ്ത്തിക്കൊടുത്തു. കമ്പനിക്ക് സ്വന്തമായി ഡാറ്റാ സെൻറ്റർ വേണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി പകരം AWS അല്ലെങ്കിൽ എസ്വർ പോലുള്ള ക്ലൗഡ് സർവീസുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകി.
ഓട്ടോമാറ്റിക് ബുക്ക് അല്ലെങ്കിൽ റോബോട്ടിക് സ്കാനുകൾ വേണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി ആവശ്യത്തിന് സ്കാനറുകൾ മതി എന്നാക്കി. 5 ലക്ഷം വിദ്യാർത്ഥികളെയെങ്കിലും ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന വലിയ പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്തുള്ള പരിചയം വേണം എന്നായിരുന്നു മുൻ വ്യവസ്ഥ. ഇതിൽ വെള്ളം ചേർത്ത് വിദ്യാർത്ഥികളുടെ എണ്ണം എന്നതിനു പകരം ആകെ സ്കാൻ ചെയ്ത ഉത്തരക്കടലാസുകളുടെ എണ്ണം എന്നാക്കി. ഇങ്ങനെ പ്രധാന വ്യവസ്ഥകളിൽ വെള്ളം ചേർത്ത് CBSE ആനയിച്ചു കൊണ്ടുവന്ന COMTന്റെ ഭൂതകാലവും വമ്പൻ ക്രമക്കേടുകളുടേതാണ്. 2019 ഏപ്രിൽ 18 തെലങ്കാനയിൽ ഇന്റർമീഡിയറ്റ് പരീക്ഷാ ഫലം പുറത്തു വന്ന ശേഷം 21 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. പരീക്ഷ എഴുതിയ 9.74 ലക്ഷം പേരിൽ 3.5 ലക്ഷം പേർ തോറ്റു. ഏതാണ്ടൊരു കൂട്ടത്തോൽവി. OMMR ഷീറ്റിലെ ബബ്ലിംഗ് എററിനെ തുടർന്ന് ശരിയായ ഉത്തരങ്ങൾക്ക് മാർക്ക് നൽകാത്ത സോഫ്റ്റ്വെയർ പ്രശ്നമാണ് കൂട്ടത്തോൽവിക്ക് ഇടയാക്കിയത് എന്ന് അന്വേഷണ കമ്മിറ്റി കണ്ടെത്തി. മൂല്യനിർണ്ണയം നടത്തിയ ഗ്ലോബ് അരീന ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഏജൻസിയായിരുന്നു പ്രതിക്കൂട്ടിൽ. അന്വേഷണം മുറ പോലെ നടന്നു. ഒന്നും സംഭവിച്ചില്ല. ഗ്ലോബ് അരീന ടെക്നോളജീസ് COMT എന്ന കമ്പനിയായി വേഷം മാറിയെത്തി. ഈ കമ്പനിക്ക് വേണ്ടിയാണ് രാജ്യത്തെ ഒരു പ്രധാന പരീക്ഷാ സംവിധാനം ഒന്നാകെ അട്ടിമറിക്കപ്പെട്ടത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പൊതുപരീക്ഷകളെ ഹൈജാക്ക് ചെയ്യുന്ന മാഫിയ സംഘങ്ങളുടെ ഒരു കണ്ണി മാത്രമാണ് COMT കമ്പനി. പുറത്തറിയാത്ത നിരവധി പരീക്ഷാ തട്ടിപ്പുകൾ സുരക്ഷിതമായി നടത്തിക്കൊണ്ടുപോകുന്ന നിരവധി കണ്ണികളിൽ ഒന്ന് മാത്രം. നീറ്റ് UGയുടെ ചോദ്യപേപ്പർ ചോർത്തിയത് നിരവധി സംസ്ഥാനങ്ങളിൽ പേരുള്ള വൻ റാക്കറ്റാണ്. CBI അറസ്റ്റ് ചെയ്ത 13 പേരിൽ ഏറെയും കോച്ചിംഗ് വ്യവസായവുമായി ബന്ധപ്പെട്ടവരും മെഡിക്കൽ പ്രൊഫഷണലുകളുമാണ്. മഹാരാഷ്ട്രയിൽ 100 കോടിയിലേറെ ടേൺ ഓവറുള്ള കോച്ചിംഗ് ബ്രാൻഡാണ് RCC എന്ന കോച്ചിംഗ് സ്ഥാപനം. ഒരു വർഷം 40,000 വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്യുന്ന സ്ഥാപനം. ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഫീസായി ഈടാക്കുന്നത് 50,000 മുതൽ 65,000 രൂപ വരെ. ചോർച്ചയുടെ മുഖ്യ സൂത്രധാരനായ RCC സ്ഥാപകൻ ശിവരാജ് മൊട്ടേഗോൻകറെ ഗുരു എന്നാണ് അടുപ്പമുള്ള വിദ്യാർത്ഥികൾ വിളിക്കുക. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം തരപ്പെടുത്തി കൊടുക്കുന്ന വിദ്യ കൈവശമുള്ള ഗുരു. 22.79 ലക്ഷം പേർ എഴുതിയ നീറ്റ് UG പരീക്ഷ 2024 അട്ടിമറിക്കപ്പെട്ടിരുന്നു. അന്നും അറസ്റ്റുകൾ നടന്നു. കേസ് ഇപ്പോഴും ഇഴയുന്നു. ഡോക്ടർ K രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ 7 അംഗ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ കണ്ട ഭാവം നടിച്ചില്ല. ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള പരീക്ഷാ ക്രമക്കേടുകൾ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പിന്തിരിപ്പൻ നയങ്ങളുടെ പ്രതികരണങ്ങളാണ്. കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തിൽ ഫലത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾക്കാണ് മേൽക്കൈ എന്നതിനാൽ സാമൂഹിക നീതിയുടെയും ഫെഡറലിസത്തിൻ്റെയും ലംഘനമാണ് നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിപണിവൽക്കരണമാണ് ഈ മേഖലയിൽ പലതരം മാഫിയകളെ പോറ്റി വളർത്തുന്നത്. 2018 പ്രധാനപ്പെട്ട 15ഓളം പൊതുപരീക്ഷകൾ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കീഴിലാക്കുന്ന പ്രഖ്യാപനമുണ്ടായത്. കോർപ്പറേറ്റ് ദേശീയത വ്യവഹാരത്തിൻ്റെ തറ ബലപ്പെടുത്തുന്ന അനവധി ശിലകളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു പരീക്ഷ എന്ന മാനദണ്ഡം. വിദ്യാർത്ഥികളുടെ അക്കാദമികവും സാമൂഹികവും വൈജ്ഞാനികവുമായ വൈവിധ്യം കണക്കിലെടുത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷകളിൽ വികേന്ദ്രീകരണം വേണമെന്ന ആവശ്യം ഇതോടെ നിരസിക്കപ്പെട്ടു. നീറ്റ് അടക്കമുള്ള എൻട്രൻസ് പരീക്ഷകളിൽ അതുവരെ വിദ്യാർത്ഥികൾ ആർജിച്ചെടുക്കുന്ന സകല ശേഷികളും നിരസിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. 180 മിനിറ്റുള്ള ഒറ്റ പരീക്ഷയിലെ 180 ചോദ്യങ്ങളിലൂടെയാണ് ഫലം തീരുമാനിക്കപ്പെടുന്നത്. മാത്രമല്ല, ഈ പരീക്ഷകൾ എങ്ങനെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. തമിഴ്നാട് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി നീറ്റ് എത്രമാത്രം വരേണ്യവും സാമൂഹിക നീതിക്കെതിരുമാണ് എന്ന് പഠനത്തിൻ്റെ വെളിച്ചത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് 800ഓളം മെഡിക്കൽ കോളേജുകളിലുള്ള 1.3 ലക്ഷം മെഡിക്കൽ സീറ്റുകളിലേക്ക് പ്രവേശനം തേടുന്നത്. MBBS സീറ്റുകളുടെ പകുതിയിലേറെയും സമ്പന്നർക്ക് സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നീറ്റിനെ നിയന്ത്രിക്കും വിധം കോച്ചിംഗ് വ്യവസായം പിടിമുറുക്കിയിരിക്കുന്നു. സംസ്ഥാന ബോർഡുകളിൽ നിന്നും ഗ്രാമീണ മേഖലയിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ പുറന്തള്ളപ്പെടുന്നു. ഇന്ത്യയിലെ പൊതുപരീക്ഷകളെല്ലാം ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കീഴിലാക്കിയ 2018 മുതൽ 2025 വരെയുള്ള 7 വർഷങ്ങൾക്കിടെ 100ഓളം ചോദ്യപേപ്പർ ക്രമക്കേടുകളാണ് ഉണ്ടായത്.
നീറ്റ് അടക്കം 60 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷകളുടെ നടത്തിപ്പ് ഏജൻസിയാണ് NTA. വെറും 25 സ്ഥിരം ഉദ്യോഗസ്ഥർ മാത്രമുള്ള കേന്ദ്ര സർക്കാർ ഏജൻസി. ഒരു വിധത്തിലുള്ള അക്കാദമിക് വൈദഗ്ധ്യമോ നടത്തിപ്പ് സംവിധാനമോ ഇല്ലാത്ത NTA പ്രാദേശിക ഏജൻസികളെയും കരാർ ജീവനക്കാരെയും വെച്ചാണ് ഈ പരീക്ഷകളെല്ലാം നടത്തുന്നത്. ചോദ്യപേപ്പർ തയ്യാറാക്കുക, പരീക്ഷയും മൂല്യനിർണ്ണയവും നടത്തുക തുടങ്ങിയ പരീക്ഷാ ഇക്കോസിസ്റ്റത്തിലേക്ക് COMTനെ പോലുള്ള കറക്കു കമ്പനികൾ നുഴഞ്ഞുകയറുന്നത് തടയാനുള്ള ഒരു സംവിധാനവും ഇപ്പോഴില്ല എന്ന് വിദ്യാഭ്യാസ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നെ കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു. പരീക്ഷാ നടത്തിപ്പിലൂടെ മാത്രം കഴിഞ്ഞ 6 വർഷം കൊണ്ട് NTA 448 കോടി രൂപ ലാഭമുണ്ടാക്കിയിട്ടുണ്ട്. ഈ തുക കൊണ്ട് പരീക്ഷാ നടത്തിപ്പ് കാര്യക്ഷമമാക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചതും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. പരീക്ഷയിലെ സ്ട്രെസ് നേരിടാനുള്ള ഉപായങ്ങൾ വിശദീകരിക്കുന്ന എക്സാം വാറിയേഴ്സ് എന്നൊരു മോട്ടിവേഷണൽ പുസ്തകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ വിപണിയിലുണ്ട്. ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിലൂടെയും പരീക്ഷാ പേ ചർച്ച എന്ന പ്രഹസനങ്ങളിലൂടെയും മോട്ടിവേഷൻ പോലുള്ള ഓട്ടയടയ്ക്കൽ വിദ്യയാണ് മോദി ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പരീക്ഷകളാൽ പരീക്ഷിക്കപ്പെടുന്ന തങ്ങളെ ഇനിയും മോട്ടിവേഷണൽ പുസ്തകം കൊണ്ടും PR ചർച്ചകൾ കൊണ്ടും കബളിപ്പിക്കാനാകില്ല എന്ന പ്രഖ്യാപനമാണ് ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹം ഇപ്പോൾ നടത്തുന്നത്.